പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്ന വാർത്തയാണ് വരുന്നത്. പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസുമായി ചർച്ച നടത്തി അത് വിജയത്തിലേക്ക് പോകുന്നു. എന്തായാലും അദ്ദേഹം ഒരു പാർട്ടി തീരുമാനിക്കണം. നേരത്തെ കോൺഗ്രസിലേക്ക് UDF-ലേക്ക് പോകുന്നത് സംബന്ധിച്ച വലിയ തരത്തിൽ ചർച്ചകൾ ഉയരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് നേതാക്കളൊക്കെ ഒരു പരിധി വിട്ട് അതിനെ സ്വാഗതം ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസുമായി അടുക്കുന്നു. തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള എല്ലാ നീക്കവും ഏകദേശം അത് വിജയത്തിലേക്ക് എത്തി എന്ന റിപ്പോർട്ടുകൾ വരുന്നത്. അംഗത്വം നൽകിയിരിക്കുന്നു അഭിഷേക് ബാനർജി. എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ പി.വി. അൻവർ ചേർന്നിരിക്കുന്നു. ഇനി എന്തായാലും MLA എന്ന തരത്തിൽ ഒരു പ്രതിസന്ധി കൂടി വരികയാണ്. ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് അശ്വിനി ചേരുകയാണ്. അശ്വിനി, എന്തായാലും തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം നൽകിയിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? രതീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലൊരു ചർച്ചകൾക്ക് സാധ്യത നേരത്തെ തന്നെ നിലനിന്നിരുന്നു. അതായത് തൃണമൂൽ കോൺഗ്രസുമായിട്ട് പി.വി. അൻവർ നേരത്തെ അതായത് ഡിസംബർ മാസത്തിൽ തന്നെ ചർച്ചകൾ നടത്തും എന്നൊരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ചർച്ചയുടെ വിശദാംശങ്ങളൊന്നും ആരും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലൊരു അംഗത്വം കൊടുക്കുന്ന നടപടിയിലേക്ക് തൃണമൂൽ കോൺഗ്രസ് പോയിരിക്കുന്നത്. അഭിഷേക് ബാനർജിയുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഇപ്പോൾ പി.വി. അൻവറിന് അംഗത്വം കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസും അതുപോലെ തന്നെ UDF അടക്കമുള്ള UDF-ലെ മറ്റു പാർട്ടികളുമായി പി.വി. അൻവർ അടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ അംഗത്വം സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണിക്കൊപ്പം എന്ന രീതിയിൽ ആണ് ഇപ്പോൾ അൻവറിന്റെ നീക്കങ്ങൾ നടത്തുന്നത്. ഇതിലെ ഒരു പ്രത്യേകത, അതായത് തൃണമൂൽ കോൺഗ്രസ് അടക്കം എത്തുമ്പോൾ കോൺഗ്രസും അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ എന്ത് നടപടി സ്വീകരിക്കും? അതായത് നിലവിൽ അൻവറിന് അനുകൂലമായി ഒരു നിലപാടിലേക്ക് നീങ്ങുന്നത് അല്ലെങ്കിൽ UDF-ലേക്ക് വരുമെന്ന ചർച്ചകൾക്കിടെയാണ് അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിൽ അൻവറിന്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും, അതല്ലെങ്കിൽ UDF-ന്റെ നിലപാട് എന്തായിരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നിർണായകമാവുക. സുജീഷ്. അശ്വിനി, അതോടൊപ്പം സാധാരണ അൻവറിന്റെ എല്ലാ നീക്കങ്ങളും അദ്ദേഹം ഫേസ്ബുക്കിലൂടെയൊക്കെ പറയുന്നതാണ്. അൻവറിന്റെ ഫേസ്ബുക്കിൽ എന്നാലും ഇത്തരത്തിലൊരു കാര്യം പറയുന്നില്ല. പക്ഷേ അഭിഷേക് ബാനർജി ആ ഫോട്ടോകൾ അടക്കം അത് ട്വീറ്റ് ചെയ്യുകയാണ്. അൻവർ എന്തുകൊണ്ടായിരിക്കും രഹസ്യമായാണോ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുത്തത്? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇത് സംബന്ധിച്ച് തൃണമൂലുമായി അല്ലെങ്കിൽ ചർച്ച നടത്തുമെന്നതടക്കമുള്ള ഒരു സൂചനകൾ ലഭിച്ചിരുന്നു നേരത്തെ തന്നെ. അതായത് ഡിസംബർ പകുതിയോടുകൂടി തൃണമൂൽ കോൺഗ്രസുമായി പി.വി. അൻവർ ഡൽഹിയിലെത്തി ചർച്ച നടത്തും. അഭിഷേക് ബാനർജി ഡൽഹിയിൽ വരുമ്പോൾ മമതാ ബാനർജി അഭിഷേക് ബാനർജിയുമായിട്ട് ചർച്ച നടത്തുമെന്നും ഒക്കെ തരത്തിലുള്ള റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനുശേഷമുള്ള കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടാണ് നീക്കിയിരുന്നത്. അതിന് പിന്നാലെ അതായത് പിന്നെ ഏകദേശം ഒരു മാസത്തോളം കഴിയുമ്പോഴേക്കും ഇത് സംബന്ധിച്ച് ഒരു വാർത്തകളോ റിപ്പോർട്ടുകളോ വരുന്നില്ല. അതിന് പകരം അൻവർ UDF-ഉമായും മുസ്ലിം ലീഗുമായും കോൺഗ്രസുമായും അടുക്കുന്നു. അതുപോലെ തന്നെ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിർത്തിയിരുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു. UDF-ന് ഒപ്പമാണെന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ BJP-ക്ക് വിരുദ്ധമായി നീങ്ങുന്നു എന്ന തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നീക്കം. ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കിക്കാണേണ്ടത്. കാരണം UDF-ലേക്ക് സ്വീകരിക്കാൻ പോകുന്നു, അതിനെ എതിർത്തുകൊണ്ട് ഒരു വിഭാഗം രംഗത്ത് വരുന്നു. ലീഗിലെ അടക്കമുള്ള നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിലെ അടക്കമുള്ള നേതാക്കൾ അതിനെ എതിർക്കുന്നു. അതിൽ നിലപാട് പറയാതെ കോൺഗ്രസും മുസ്ലിം ലീഗും മാറി നിൽക്കുന്നു. ചർച്ച ചെയ്ത് അതായത് എല്ലാ മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളുമായി ചർച്ച ചെയ്ത് മാത്രമേ ഇതിൽ തീരുമാനമെടുക്കാനാകൂ എന്നതടക്കമുള്ള നിലപാടുകൾ കേരളത്തിലെ നേതാക്കൾ സ്വീകരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് ഇപ്പോൾ പി.വി. അൻവർ പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടത്തെ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുമായി ഭിന്നത രൂക്ഷമാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജി ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരണം നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിനെതിരെ വളരെ ശക്തമായി നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ നേതാക്കൾ UDF അടക്കമുള്ള അല്ലെങ്കിൽ UDF-ലെ നേതാക്കൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും വളരെ നിർണായകമാണ് ഈ വിഷയത്തിൽ.